LAR 2013 കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇറക്കിയ ഒരു ആക്ടാണ്. 2015 കേരളം അതിന് ചട്ടങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റട്ടെ. കേരളവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിൽ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ 6(1) മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. 4(1) പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞാൻ ഈ സഭയുടെ മുമ്പാകെ പറയുന്നു, കേരളവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏത് വിധത്തിലുള്ള ക്രയവിക്രയവും ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകില്ല. കാരണം 4(1) നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ നിലയിൽ LAR 2013 4(1) നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പ്രശ്നമില്ല. 5 എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ SIA സ്റ്റഡിക്ക് ശേഷമുള്ള പബ്ലിക് ഹിയറിംഗ് ആണ്. 6 എന്ന് പറയുന്നത് നോട്ടീസാണ്. 7 എന്ന് പറയുന്നത് എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. 8 സർക്കാർ അംഗീകരിക്കലാണ്. 11(1) പ്രകാരം ഭൂമി പ്രഖ്യാപിച്ചാൽ മാത്രമേ ആ ഭൂമിയിൽ അറ്റാച്ച്മെൻറ്റ് വരികയുള്ളൂ. 11(1) പ്രകാരം ഭൂമി അറ്റാച്ച് ചെയ്താൽ തന്നെ പ്രത്യേകമായ കാരണങ്ങൾക്ക് കളക്ടർക്ക് അപേക്ഷ കൊടുത്താൽ 11(4) അനുസരിച്ച് പ്രത്യേകമായ അധികാരം ലാൻഡ് അക്വസിഷൻ ഓഫീസർക്കോ കളക്ടർക്കോ ഉണ്ട്. അതനുസരിച്ച് കൊടുക്കാവുന്നതാണ്. കേരളയിൽ അത്രയൊന്നും പോയിട്ടില്ല. സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിൻ്റെ 6(1) മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. പ്രത്യേകമായ ഏതെങ്കിലും കേസ് ബഹുമാനപ്പെട്ട അംഗം എഴുതി തന്നാൽ അത് പരിഹരിക്കും.